പിന്നെ എടാ ആശിക്കുണ്ടാ, നീ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ചത്താലും പിന്നെ അവനെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇതേ നീ തന്നെയല്ലോടാ ഒരു 2.5-3 വർഷം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത്? അതായത് മണിക്കൂർ വെച്ചിട്ട്, ഞാൻ പറയുന്നില്ല, കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കടാ ഉമ്മേനോട്. ഓക്കെ, നീ പ്രേമിക്കുകയോ കുണ്ടനടിക്കാതിരിക്കുകയോ വാട്ട് എവർ ഇറ്റ് ഈസ്, ജാസി എന്ന് പറയുന്ന വ്യക്തി ഒരാണാണ്. ആമേ കറക്റ്റ്? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടി കൂടെ ജീവിച്ച് പിന്നെ ആ പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്തിട്ട് ദുബായിൽ വന്ന് ആണുങ്ങളെപ്പോലെ തന്നെ ജീവിച്ച് താടിയും മീശയൊക്കെ വെച്ച് കോട്ടുമൊക്കെ ഇട്ട് ഓടി നടന്നിട്ട് ദെൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഓടിച്ചേച്ചി പരിചയപ്പെടുക. പിന്നെ അതിനുശേഷം അവൻ ആരും ആണായിട്ട് കണ്ടിട്ടില്ല. ആമേ കറക്റ്റ്? പിന്നെ ഈ ഞാനെന്ന വ്യക്തി എന്തിനു നിൻ്റെ പിറകെ വരുന്നു? പണ്ട് ഈ മൈരൻ ആശി ഗൈസ് ആശി എന്നെ പിടിച്ചു വെച്ചിട്ട്, ജാസി എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഗൈസ്, എന്നെ ടോർച്ചർ ചെയ്യണം ഗൈസ്, എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊണച്ചോണ്ട് എൻ്റെ ബാക്കിൽ വന്നിട്ട് അത് പബ്ലിഷ് ആകുമെന്ന് പേടിച്ചിട്ട് ഈ മൈരൻ എൻ്റെ അവിഹിതം വരെ ആക്കി. ഈ കുണ്ടൻ്റെ ഫസ്റ്റ് ഓഫ് ലോജിക് ചിന്തിക്കുക നിങ്ങൾ. ഇവൻ ഒരു ആണാണ്. ആര്? ഈ ആശി എന്ന് ഞാൻ എനിക്കറിയില്ല, ആണാണ്. ഓക്കെ, പക്ഷേ ഇവൻ ഇഷ്ടം ആണുങ്ങളെയാണ്. ആർക്ക്? ആശിക്ക്. അതുകൊണ്ടാണ് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഇത്ര നാളും ജീവിച്ചത്. ഇവനെങ്ങാനും ഇനി പെണ്ണായാൽ ഇവനെ വിട്ടിട്ട് പോകും. കാരണം ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാമെങ്കിൽ ഈ പറഞ്ഞ എന്നെ തന്നെ അവിഹിതമെന്ന് പറഞ്ഞല്ലോ, എൻ്റെ കൂടെ അവൻ ജീവിക്കാറുണ്ടല്ലോ. അവന് പെണ്ണല്ല വേണ്ടത്, അവനാണ് വേണ്ടത്. അതേസമയം ഈ ആശി എന്ന് പറയുന്ന അവൻ ആക്ച്വലി അവൻ്റെ വിചാരം ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ പെണ്ണാണ് ഗൈസ്. ഈ 2 മൈലുകളും കണക്കാണ്. ഓക്കെ, തരാൻ കേട്ടാ കുണ്ടൻ തായോളി.